യേശുവിനെ ഉയർപ്പിച്ച ആ ശക്തിയാണ് ഒരു മാമോദീസായിലൂടെ നമ്മിലേക്ക് ഒഴുകുന്നതെന്നോ? ഞാൻ ഇത്രയും പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ടും ഇത് എനിക്ക് അറിയില്ലല്ലോ. എന്നാൽ ഇപ്പോൾ അറിയുക, അനുഭവിക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഇതാണ് നമ്മുടെ വിശ്വാസം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ആ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ മറ്റ് ശരീരങ്ങൾക്ക്, നമ്മുടെ ചീഞ്ഞളിഞ്ഞ ലാസർ, നമ്മിലുള്ള ചീഞ്ഞളിഞ്ഞവ എല്ലാത്തിനും പുതുജീവൻ നൽകും. എവിടെ നിയമം, എവിടെ പാപം? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവർത്തനമാണ് ഓരോരുത്തരും. അന്ന് രാത്രി ആളുകൾ ഭയങ്കര അത്ഭുതകരമായ സൗഖ്യവും, അതിനുശേഷം എല്ലാവരും അത്ഭുതപ്പെടുത്തുക. എങ്ങനെ നിനക്ക് സുഖം കിട്ടി? ഇന്ന് അവർ കംപ്ലീറ്റ്ലി ആൾമോസ്റ്റ് നോർമലാണ്. നമ്മൾ പിശാചി 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 എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ നടക്കാം. അത് എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഉയർപ്പിന്റെ ശക്തി പുറപ്പെടുമ്പോൾ ഈ പിശാചെല്ലാം, ഞാനിങ്ങനെ പണ്ടത്തെ ധ്യാനങ്ങളിൽ പറയാറുണ്ട്, ഈ യേശുവിനെ കബറിടത്തിൽ അടക്കി കഴിഞ്ഞപ്പോൾ പിശാചുകൾ എല്ലാവരും കൂടി ഒരു പാർട്ടി നടത്തി. ഞങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അവരങ്ങനെ പറയുകയെങ്കിൽ സന്തോഷിച്ചില്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, അതെ നിങ്ങൾ അധികം സന്തോഷിക്കൊന്നും വേണ്ട, അങ്ങേര് ജീവിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം ഓർക്കുന്നുണ്ടോ? 3-ാം ദിവസം ഉയർക്കും. പിന്നെ എല്ലാം പരാജയപ്പെടില്ലേ? അതിന് ഇടവരുത്തരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ പീലാത്തോസിന്റെ അവിടെ പോയിട്ട് ഒരു പൂട്ടും താക്കോലും മേടിച്ചു കൊണ്ടുവന്ന് കപടത്തിന് പൂട്ടണം. വിചാരിന്റെ ബുദ്ധി നോക്കി, ഇത്രയുള്ളൂ വിചാരിച്ച ബുദ്ധി. അപ്പൊ ഒരാൾ പറഞ്ഞു, അത് മാത്രം പോരാ, നമ്മൾക്ക് എല്ലാവർക്കും കൂടി ആ കബറിടത്തിന്റെ മുകളിൽ പോയി നമ്മൾ അമർത്തി വെക്കണം. ഒരു കാരണവശാലും അവൻ പുറത്തേക്ക് വരരുത്. മനസ്സിലാവുക? എന്നാൽ ശരി, നമ്മളെല്ലാവരും കൂടി അങ്ങ് പോകാം. അങ്ങനെ നരകം മുഴുവനും സകല പിശാചുക്കൾ കൂടി യേശുവിന്റെ കബറിടത്തിന്റെ മുകളിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ഒരാളുണ്ട്, സമയാകാറായിട്ടോ, ആ 3-ാം ദിവസം ആകാറായിട്ട് ഒരു കുഴപ്പമില്ല, അവനെ എങ്ങനെ പോകുന്നു, നമ്മൾ ഇത്രയും പേര് ഇതിന്റെ മുകളിൽ ഇരിക്കുമോ എന്ന് പറയാൻ ഇവർ മുഴുവനും പൊടിച്ച് ബാഷ്പമാക്കിക്കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഇതല്ലേ സംഭവിച്ചത്? എവിടെ പിശാചിന്റെ രാജ്യം? അപ്പൊ നമ്മളത് പോടാ പോടാ പോടാന്ന് പറഞ്ഞുകൊണ്ട് ഒഴിക്കൽ ഒഴിക്കൽ എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് ചോദിച്ചോ, ആൾറെഡി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ കർത്താവാണ് മാമോദീസായിലൂടെ നമ്മൾ വസിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ പിശാചിന്റെ രാജ്യത്തെയും അവന്റെ സകല തന്ത്രങ്ങളെയും നശിപ്പിച്ച ആ ശക്തിയാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഇത് യേശുക്രിസ്തുവിന്റെ ഡ്യൂട്ടിയാണ്, യേശുക്രിസ്തുവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളാരും പറഞ്ഞിട്ടാണോ യേശു ഉയർത്തി വരുന്നത്? നമ്മളാരും പറഞ്ഞിട്ടാണോ പിശാചുക്കളെ നശിപ്പിച്ചത്? പിശാചുക്കളെവിടെ പോയി? ഇത് വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വസിക്കുമ്പോൾ എന്താ മാർത്തയുടെ ദുർഗന്ധം ഭവിക്കുന്നുണ്ടാകും. നീ ആ ദുർഗന്ധത്തിനെ നോക്കിയിരിക്കും.
മക്കളുമായി പോയി. ജീവനലിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കാൻ ഈ പാപിനിയായ മാമോദീസ പോലും മുങ്ങാത്ത മർത്താമറിയത്തിന്റെ വിശ്വാസം കർത്താവിന് ആവശ്യമായിരുന്നു എന്ന് മനസ്സിലാക്കി. മർത്താമറിയം ക്രിസ്ത്യാനിയായിരുന്നോ? മാമോദീസ സ്വീകരിച്ചവളായിരുന്നോ? ഒന്നുമില്ല. അവളോട് പറഞ്ഞു, നീ എന്നിൽ വിശ്വസിക്കുക. ആരാണ് ഞാൻ? അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ഞാൻ തന്നെയാണ്. അന്ത്യദിനത്തിൽ വരുന്ന രാജാവായ ഞാൻ തന്നെയാണ് ഇന്ന് നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിനക്ക് ഇന്ന് നിന്റെ സഹോദരൻ ഉയർക്കണോ? ഇതാണ് നമുക്കുണ്ടാകേണ്ട വിശ്വാസം. നമ്മുടെ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അതിനുശേഷം മറ്റൊരു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയഭവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഉത്ഥാനഗീതം ആരംഭിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന തുടരുന്നത്. ഉത്ഥാനത്തിന്റെ ശക്തിയാണ് എല്ലാ ഉദാശകളെയും. എല്ലാ ഉദാശകളും മരിച്ച യേശുവിന്റെ ശക്തിയിലല്ല, മരിച്ചുയർത്ത യേശുവിന്റെ. യേശുവിന് മുമ്പുണ്ടായിരുന്ന സ്നാപകയോഹന്നാന്റെ മാമോദീസ അല്ല നമുക്ക് കിട്ടുന്നത്. മരിച്ചുയർത്ത യേശു ക്രിസ്തുവിലുള്ള മാമോദീസയാണ്. ആ ഉത്ഥാനഗീതത്തിന് ശേഷമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും. ഇതൊറ്റ കാര്യം വിശ്വസിച്ചാൽ മതിയല്ലോ. ഇത് സംഭവിച്ചു കഴിഞ്ഞു. കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ. എപ്പോ? ഇപ്പോ അന്ത്യദിനത്തിലുള്ള ഉയർപ്പ് തീർച്ചയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ജീവിക്കുന്ന വ്യക്തി ചീഞ്ഞളിഞ്ഞ ലാസറിനെ പോലെയല്ല, ഉയർത്തെഴുന്നേറ്റ ലാസറിനെ പോലെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഉയർപ്പാണ്. അതാണ് ഈ രണ്ട് റൈറ്റിന്റെ പ്രത്യേകത. സിറോ മലബാർ എന്ന് പറഞ്ഞാൽ ഓറിയന്റൽ റൈറ്റ്, ഈസ്റ്റേൺ ലിറ്ററേച്ചർ. അത് വേറൊരു വിഷയം. ഈ റൈറ്റുകൾക്കെല്ലാം അതിൻ്റെതായ വളരെ പ്രത്യേകതകളുണ്ട്. അപ്പൊ ലാറ്റിൻ റൈറ്റിന് അധികം ആ ക്രോണോളജിക്കലായിട്ട് ഉയർപ്പിനെ, അതായത് യേശുവിൻ്റെ പ്രസംഗം, പീഡാസഹനം, മരണം, ഉയർപ്പ്, അതങ്ങനെ നീങ്ങുന്നു. പക്ഷേ കിഴക്കിൻ്റെ, അതായത് ഈസ്റ്റേൺ കിഴക്ക് സഭകൾ, ഓറിയന്റൽ സഭകളിൽ ആ ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ട് ആരംഭം മുതലേ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. സാരാംശത്തിൽ കണ്ടുകൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെ അപ്പൊ ഈ വ്യത്യസ്ത രീതികൾ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പെട്ടെന്ന് പറയാം. അന്ന് അപ്പസ്തോലന്മാർ ഓരോ നാടുകളിലേക്ക്, ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയി. അന്ന് ഇന്നുള്ള കമ്മ്യൂണിക്കേഷൻ യാതൊരു സാധ്യതയുണ്ടായിരുന്നില്ല. അവർക്ക് ഒരേ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. ആരിലൂടെ? പരിശുദ്ധാത്മാവിലൂടെ. അവരാ നാട്ടിൽ ചെന്ന് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത രീതിയും ആ ജനങ്ങളുടെ സംസ്കാരവും അനുനയിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകിയ രീതിയിലുള്ള ആരാധനാക്രമങ്ങൾക്ക് രൂപം കൊടുത്തു. അങ്ങനെയാണ് വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ ഉണ്ടായത്. ആ വ്യത്യസ്ത രീതികൾക്ക് അന്ന്
പരിശുദ്ധാത്മാവ് തന്നെ അത്തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ കൊടുത്തു. പിന്നീട് 1000 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഇവർ ഒന്ന് കൂടി കാഴ്ച വന്നപ്പോഴാണ് നിങ്ങളോട് അങ്ങനെയാണ്, ഞങ്ങളോട് ഇങ്ങനെയാണ്. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ തനിമ നിലനിർത്തണം എന്നുള്ളതാണ് സഭയുടെ ഉൾക്കാഴ്ച. അത് പരിശുദ്ധാത്മ നിവേശനമാണ്. പക്ഷേ നമ്മളിവിടെ അതിനെല്ലാം മിക്സ് ചെയ്ത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മാതിരി എല്ലാം ചെയ്യും. അതും കർത്താവിൻ്റെ കരുണയുടെ ഒരു അടയാളം എന്നല്ല. എന്താ പറയുക, എങ്ങനെ നിങ്ങൾ അർപ്പിച്ചാലും കർത്താവ് കരുണയാണ്. പക്ഷേ അതിന് ഒരു ഡെക്കോറം, ഒരിപ്പോൾ നമ്മൾ കുർബാന ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെ നടത്തുമായാണ്. പിന്നെ പ്രയർ ഗ്രൂപ്പും കുർബാനയും തമ്മിൽ എന്താ വ്യത്യാസം? കുർബാന അർപ്പിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള വലിയ മഹോന്നതമായ ചില ഫോർമുലകളൊക്കെ സഭയിലെ വലിയ വലിയ പിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകിയതനുസരിച്ചെല്ലാം ചട്ടപ്പെടുത്തി. അതുപോലെ അർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു 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 ബഹുമാനം ശക്തിയൊക്കെ ഉണ്ടാവും. പിന്നെ എങ്ങനെ അർപ്പിച്ചാലും ദൈവം കരുണയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ് ഏത് കുർബാനയായാലും, വ്യക്തി കുർബാനയായാലും, സുറിയാനി കുർബാനയായാലും, മലങ്കര കുർബാനയായാലും 21 റീത്തുകളുണ്ട്. വളരെ മനോഹരമാണ് മറ്റു പല റീത്തുകളിലെയും കുർബാന. അതിൽ പ്രത്യേകിച്ച് ഈ ഓറിയന്റൽ റീത്തുകളിലെല്ലാം ഒരുപാട് ചാൻറ്റിംഗ് ആണ്. ആ ചാൻറ്റിങ്ങുകളിലെ ഒരു പ്രധാന വിഷയം Lord have mercy, Lord have mercy, Lord have mercy. കർത്താവേ കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ. അതാണ് കുരിയലൈസോൻ, കുരിയലൈസോൻ, കുരിയലൈസോൻ എന്ന് പറഞ്ഞാൽ കർത്താവേ കരുണയായിരിക്കണേ. അങ്ങ് കരുണ മാത്രമാണ്. അങ്ങയുടെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ കുർബാനയിൽ ഉടനീളം ചാൻറ്റിങ് ചെയ്യുന്ന ഒരു കാര്യം കർത്താവിൻ്റെ നീതിയെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണ്. ഓക്കെ, നമ്മൾ ഉയർപ്പിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇന്നലെ നമ്മൾ നിർത്തിയ ആ ഭാഗത്തേക്ക് പോവുകയാണ്. എവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്? ഒന്നുകൂടി. അപ്പോൾ മാമോദീസായിലും കുർബാനയിലും എല്ലാ കൂദാശകളിലും നമ്മൾ ഈ ഉയർപ്പിൻ്റെ അനുഭവം ഓൾറെഡി ഇപ്പോൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. അതാണ് കുർബാനയിൽ തന്നെ പറയുന്ന കാര്യം. കർത്താവേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ. എപ്പോ ഉയർപ്പിക്കുന്നവൻ? ഇപ്പോ. അപ്പൊ നമ്മൾ സ്വീകരിക്കുന്ന യേശുവിന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്നും പാടുന്നത്, എന്നും പ്രാർത്ഥിക്കുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുന്നു, എന്റെ രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനേറിയാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ. അതായത് ഇപ്പോ ആ ശരീരവും രക്തവും ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഉയർപ്പ് നമ്മളിൽ സംസ്ഥാപിതമായിരിക്കുന്നു. ആ ഉയർപ്പിന്റെ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് നീതീകരണം. അതുകൊണ്ടാണ് റോമർ 8 വളരെ കാര്യങ്ങളാണ്. 8-11 നമ്മൾ കേട്ടത്.
യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നെല്ലാവരും ഒന്ന് ചിന്തിച്ച്, ഏത് ആത്മാവ് നമ്മളിൽ വസിക്കുന്നു? ഒന്ന് കൈ ഉയർത്തി എല്ലാവരും കൈ വീശി ഒന്നുകൂടി ആ വചനം ഒന്ന് കണ്ണ് തുറന്ന് കണ്ണൊന്ന് ഡബിൾ സൈസ് തള്ളിയൊന്ന് വായിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ അർത്ഥം? റോമർ 8:11 ഒന്ന് തുറന്ന് വായിച്ചു വന്നു, ശബ്ദം ഉയർത്തി അതിൽ എഴുതിയിരിക്കുന്ന എല്ലാവരും സ്വതന്ത്രമായിട്ട് സ്വതന്ത്ര മനസ്സോടും മനസ്സാക്ഷിയോടും അറിഞ്ഞുകൊണ്ടും ഒന്നങ്ങ് വായിച്ചതിന് ഹൃദയത്തിൽ ഗ്രഹിച്ച്, ഇവിടെ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ല, നിങ്ങൾ വായിച്ചത് ഇങ്ങോട്ട് പറയും എല്ലാവരും. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് ജീവൻ. അപ്പൊ ഇവിടെ ഡെലിവറൻസ് നടന്നു, വിടുതൽ നടന്നു, വിമോചനം നടന്നു, എല്ലാം നടന്നോ ഇല്ലയോ? നടന്നോ? അപ്പൊ ഈ രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ വളർത്തുമ്പോൾ താനെ ഡെലിവറൻസ് ആണ്, താനെ വിമോചനം നടക്കും. ഇപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ 4 സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ എങ്ങും ഒരു ഇൻസിഡന്റും ഡെലിവറൻസിന്റെ കാണുന്നില്ല. മത്തായി, മർക്കോസ്, ലൂക്കിലെല്ലാം റോസി ബേബി ഓഫീസുമായി ബന്ധപ്പെടുക. റോസി ബേബി ഓഫീസിലേക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്തും യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്ന സംഭവമില്ല. മർക്കോസ്, മത്തായി, ലൂക്ക്, അല്ലെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കിൽ ഒരുപാട് സംഭവമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ ജീവിതകാലത്ത് അപ്പോഴും ക്രോണോസാണ്, കൈറോസ് ആയിട്ടില്ല. കൈറോസിന്റെ കൂടുതൽ അനുഭവങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ശക്തമായ വിശാലവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് വേറൊരു രീതിയിലാണ്. ആദ്യം തന്നെ പറയുന്നത് എന്താ? ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ, എല്ലാവരും ശബ്ദമുയർത്തി, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇതല്ലേ ഏറ്റവും വലിയ ഡെലിവറൻസ്. അപ്പോൾ ആ വചനം, നമ്മൾ മാംസമായ വചനം, ലോകത്തിലെ സകല അന്ധകാരത്തെയും മാറ്റിമറിച്ച് പ്രകാശമായ ആ വചനം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ തന്നെ ഡെലിവറൻസ് നടക്കുകയാണ്. ഈ വചനമങ്ങ് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രഘോഷിക്കുമ്പോൾ, വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ പിശാചുക്കൾ അലറി ഓടി എന്നല്ല പറയുന്നതിനർത്ഥം. അത് പ്രഘോഷിക്കുമ്പോൾ, സുവിശേഷത്തിന്റെ മർമ്മം, സത്യം പ്രഘോഷിക്കുമ്പോൾ അവിടെ ഡെലിവറൻസ് നടക്കും. അതാണ് യോഹന്നാൻ പറയുന്നത്. വീണ്ടും 1-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം പറയുകയാണ്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് വന്നോ? അത് വന്നു കഴിഞ്ഞോ? അത് വന്നു കഴിഞ്ഞു. ആ വെളിച്ചം എന്ത് ചെയ്യും? ആ വെളിച്ചം എല്ലാവരെയും പ്രകാശിപ്പിക്കും. വീണ്ടും 16-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവന്റെ പൂർണ്ണതയിൽ
എന്ത് വേണം? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു വരുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള എങ്ങനെയാണ് പ്രകാശത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, പ്രകാശത്തെ പ്രഘോഷിക്കുമ്പോൾ അത് താനെ അന്ധകാരത്തെ അകറ്റുന്നതെന്നും ആ പ്രകാശത്തിന്റെ ശക്തിയിലൂടെയാണ് അന്ധകാരത്തെ അകറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം, എന്റെ നാമത്തിൽ നീ പിശാചുക്കളെ ബഹിഷ്കരിക്കും. എന്റെ നാമം പറഞ്ഞാൽ മതി, അവിടെ പ്രകാശമായി. എന്നിരുന്നാലും പറഞ്ഞ് പ്രഘോഷിക്കാം. പക്ഷേ നമ്മൾ പിശാചിനെ ബഹിഷ്കരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം യേശുക്രിസ്തുവിനെ അറിയുക. യേശുക്രിസ്തുവിനുള്ള പൂർണ്ണതയെ വെളിപ്പെടുത്തുമ്പോൾ താനെ വിചാരിക്കും. ഇതിന്റെ പര്യവസാനം അല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തിൽ യോഹന്നാന്റെ പിശാചിനെ ബഹിഷ്കരിക്കൽ, ഇത് ഞാൻ വേറെ വിധത്തിൽ പറയാം. ഒരിക്കൽ ഫ്രാൻസിൽ വെച്ച ഒരു പെണ്ണും ഞാൻ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നിട്ട് കൊടുത്തു, എനിക്ക് നടത്തി പിശാച എന്നെ ഒന്ന് എനിക്കൊരു ബഹിഷ്കരണ പ്രാർത്ഥന നടത്തി എൻ്റെ പിശാചിനെ ഒന്ന് ബഹിഷ്കരിക്കാം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറയണം, എല്ലാവരും പറയണ എൻ്റെ അകത്ത് പിശാചിട്ടുണ്ടാണ്, അതുകൊണ്ട് പിശാചിനുണ്ടോ? വളരെ സ്നേഹത്തിൽ അവൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടാൽ ഒരു തരത്തിലും അവള് പിതായിരുന്നു നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് പോടില്ല. അവളോട് പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ അകത്ത് ആരോടോ ഭയങ്കര വെറുപ്പുണ്ടെന്ന് മനസ്സിലായി. വെറുപ്പ്. ഞാൻ ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ആ പിന്നെ എൻ്റെ അമ്മായിയെ പേരെ എനിക്ക് അവൻ്റെ ഭയങ്കര അതതിൻ്റെ അകത്തുള്ള വിചാരിച്ചു. കാരണം ദൈവമാരാണ്, ദൈവം സ്നേഹമാണ്. അപ്പൊ പിശാച് എന്തായിരിക്കും? ആ സ്നേഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. അതെനിക്ക് പറ്റില്ല, അവളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല, അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അതതിന്റെ പ്രശ്നം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മാവേ, ഇവളിൽ ദൈവസ്നേഹം നിറയണേ, ഇവൾക്ക് ഇവരുടെ അമ്മായിയമ്മയോട് ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു ഡെലിവറൻസ്, ഒരു അനുകമ്പ കൊടുക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഫ്രീ ആയി. മനസ്സിലാവുന്നു? പിശാച് എന്ന് പറയുന്നത് പ്രഥമേന വെറുപ്പാണ്, ശത്രുതയാണ്. പല്ലിന് പകരം പല്ല്. എന്നാൽ ഞാൻ പറയുന്നു, ഒരു കരണത്തെ അടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക. ഇപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ ശത്രു ആരായി മാറി? ശത്രു മിത്രമായി. ഇപ്പൊ ആ ശത്രുക്കൾ എന്ത് സംഭവിച്ചു? ഡെലിവറൻസ് നടന്നു, ഏകൻ നടന്നു, നമ്മളിലൂടെ നടന്നു. അപ്പൊ നമ്മളിൽ ആദ്യം ഉണ്ടാകേണ്ടത് എന്താ? നമ്മളിൽ അവനോടുള്ള ശത്രുത ഉണ്ടാകരുത്. പിശാചിനോട് പോലും നമ്മൾ ശത്രുത വയ്ക്കരുത്. പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. പിശാചിനോട് നമുക്ക് ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ പിശാചിന്റെ ഭാര്യ. പിശാചിനോട് പോലും നമുക്ക് ശത്രുത ഉണ്ടാകരുത്. നമ്മൾ സ്നേഹമാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, പിശാചിനെ നാം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തായി? നമ്മളിലുള്ള സ്നേഹം ആ പിശാചിലേക്ക് പോകുമ്പോൾ പിശാചാരായി മാറും, ദൈവദൂതനായി മാറും. അതുകൊണ്ടാണ് എങ്ങനെയാണ് പിശാചുണ്ടായത്? മാലാഖമാർ അഹങ്കരിച്ചപ്പോൾ അവർ പിശാചായി മാറി. മനുഷ്യൻ അഹങ്കരിക്കാതിരുന്നാൽ അവർ മാലാഖയായി മാറും. മനുഷ്യർ അഹങ്കാരം. അപ്പൊ ഈ അഹങ്കാരമാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം. അഹങ്കാരത്തിലൂടെയാണ് പൈശാചികത കടക്കുന്നത്. എങ്ങനെയാണ് മാലാഖമാർ പിശാചായത്? അഹങ്കാരത്തിലൂടെ. നമ്മളും അഹങ്കരിക്കുകയാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെയാവും. ആ എളിമയാണ് യേശുക്രിസ്തു കുരിശിലൂടെ കൊണ്ടുവന്നത്. അവൻ ഇതാ കുരിശുമരണം വരെ തന്നെ താഴ്ത്തി. കർത്താവേ,
സിദ്ധാവാണെങ്കിലും അങ്ങ് എളിമപ്പെട്ട് ഒരു മനുഷ്യനെ ആയി മാറി. അങ്ങ് സിദ്ധാവാണെങ്കിലും അങ്ങ് ഈ ഒരു അപ്പകഷ്ണത്തിൽ ഒരു എളിമപ്പെട്ടു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊന്ന് പ്രാർത്ഥന, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അങ്ങയുടെ എളിമയുടെ ഏറ്റവും വലിയ അടയാളമാണെന്നും അങ്ങ് എളിമപ്പെട്ടതിന്റെ ശക്തിയാണെന്നും ഇത് ഞാൻ സ്വീകരിക്കുമ്പോൾ ആ എളിമ എനിക്ക് തരണേ. നല്ല ഐഡിയല്ലേ? എന്താ ദിവ്യകാരുണ്യ സന്നിധി, ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത്? സൃഷ്ടാവായ ദൈവം, ഉയർത്തെഴുന്നേറ്റ ദൈവം, അന്ത്യദിനത്തിൽ വിധിക്കാൻ വരുന്ന ദൈവം, രാജാതിരാജനായ ദൈവം ഒരു അപ്പകഷ്ടമായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്നു. നീ എന്നെ തിന്നോ, നീ എന്നെ ഭക്ഷിച്ചോ, കാരണം ഇതിലൂടെയാണ് എനിക്ക് നിന്നിലേക്ക് വരാൻ പറ്റും. അപ്പോ ആ എളിമയ്ക്ക് തടസ്സമുള്ളതാണ്. എളിമയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് പിശാചെന്ന് പറയുന്നത്, അഹങ്കാരം. അപ്പൊ അതും നമുക്ക് സ്വയമേവ മാറ്റുക സാധ്യമല്ല. യേശുവാണ് ആ അഹങ്കാരത്തെ മറികടന്നിട്ട് അഹങ്കാരത്തിന്റെ പൂർണ്ണത മാറ്റിക്കൊണ്ട്, അഹങ്കാരത്തെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് തന്റെ ജീവിതത്തിലൂടെ തന്നെ പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ പറയാണ്, അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞ് പിലാത്തോസ് പറയും, നിനക്കറിയോ നിന്നെ വിട്ടയക്കാനും കൊല്ലാനുമുള്ള അധികാരം എനിക്ക്. ഇതെന്തിന്റെ ശബ്ദമാണ്? അധികാരത്തിന്റെ, അഹങ്കാരത്തിന്റെ ശബ്ദം. എന്നാൽ ഇത് ആരോടാ പറയുന്നത്? തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവം തമ്പുരാനോട് പറയുക. പക്ഷെ അദ്ദേഹത്തിന് അറിയത്തില്ല ഇത് ദൈവം തമ്പുരാനാണ്. വളരെ കൂളായിട്ട്, നിനക്ക് എൻ്റെ മേലുള്ള അധികാരം എൻ്റെ പിതാവ് തന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാവില്ലേ. എളിമയുടെ ശബ്ദം. അപ്പോ നീ വിശ്വസിക്കുമെങ്കിൽ ദൈവ മഹത്വം കാണും. ഇന്നും അതാണ് കർത്താവ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുയർത്ത യേശുവിൽ വിശ്വസിക്കുന്നു എന്നാണ്. ആ മരിച്ചുയർത്ത ശക്തി നമ്മളിലേക്ക് വരുന്നു എന്നാണ്. അതാണ് പൗലോസ് ഫിലിപ്പിയർ 3:10 പറഞ്ഞത്. എനിക്ക് ഒന്നും എടുക്കാം, ഫിലിപ്പിയർ 3:10 അല്ലെങ്കിൽ 9 മുതൽ, എനിക്ക് നിയമത്തിലൂടെയുള്ള ഒരു നീതിയല്ല. അത് പൗലോസ് അനുഭവിച്ചു കഴിഞ്ഞൊരു കാര്യമായിരുന്നു. നിയമം കണിശമായിട്ട് പാലിച്ച് അതിലൂടെ മാത്രമേ നീതി കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ആ പൗലോസാണ് ഇപ്പോൾ പറയുന്നത്, എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല. എല്ലാവരും ശബ്ദം ഉയർത്തിയിട്ട് പറഞ്ഞുകൊണ്ട്, എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. ഞാൻ നിയമത്തെ കണിശമായി അനുസരിക്കുമ്പോൾ ഉള്ളത് എന്റെ സ്വന്തം പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന നീതി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കാറ്റഗിസത്തിൽ 1265 ഖണ്ഡികയിൽ മാമോദീസയിലൂടെ ഈ നീതീകരണം നമ്മളിൽ നടപ്പാക്കപ്പെട്ടു. നീതീകരണത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും കൃപ നമ്മിലേക്ക് ഒഴുകി. 1265. എത്ര പേരുടെ ഈ കാറ്റഗിസം പുസ്തകം ഉണ്ടെന്ന് കൈവക്കിയ? അപ്പോ അതിൽ 1265 ഒന്നുകൂടി ആദ്യം മുതൽ വായിക്കാം. പേജ് 323. അതിലെഴുതിയിരിക്കുന്നത്
ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. വായിച്ചോ. ഇല്ല 265. മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ ലാസർ എന്തായി മാറി? ഒരു പുതിയ സൃഷ്ടിയായി മരിച്ച് ഉയർത്താം എന്ന പോലെ മാമോദീസായിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നു, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തുന്നു. ഇത് വലിയൊരു രഹസ്യമാണ്. ആ രഹസ്യത്തെ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കൂടി വന്ന 10 മിനിറ്റ് കൊണ്ട് നമ്മൾ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ സെഷൻ, പിന്നെ കണ്ടുകൂടി സെഷൻ, ഇതെല്ലാമാണ് മനസ്സിലാക്കുന്നത്. ഈ രഹസ്യത്തെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ട്, ആ രഹസ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഭവനത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ അതിനെ സ്വീകരിക്കാൻ വരണം. നമ്മളൊരു ചായ കുടിക്കണമെങ്കിൽ ആ കപ്പ് കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് കുടിക്കുന്നത് എന്ന പോലെ ഈ വലിയ കൂദാശ ആ കുഞ്ഞല്ല, ഇത് സഭ മുഴുവനും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്ര ആളുകൾ എന്തിനാണ് മാമോദീസയ്ക്ക്? സഭയാണ്. ആ സഭ അതിൻ്റെ ഒരു അംഗമായി വരികയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുകയാണ്. ഈ ഇടയ്ക്ക് പോപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പെണ്ണ് പറഞ്ഞു അവൾക്ക് 8 മക്കളുണ്ട്, പക്ഷെ ആരും മാമോദീസ മുങ്ങില്ല. ഒന്നാമത്തെ കാര്യം അവള് അതിനുള്ള പൈസയില്ല, അവരുടെ മാമോദീസ മുക്കി പാർട്ടിയൊക്കെ നടത്താനുള്ള. രണ്ടാമത്തെ കാര്യം 8 പേരെ തലതൊട്ടപ്പന്മാരെ വിളിക്കാൻ അവൾക്ക് ആളില്ല. പോപ്പ് പറഞ്ഞു, പോപ്പായപ്പോഴാണ് അതിന് മുമ്പത്തെ കാര്യം, ഇതിന് ഒരാളെങ്കിലും കൊണ്ടുവരാമോ? ഒരാളെയാണ് എന്നാ നീ കൊണ്ടുപോകാം, ഞാൻ എല്ലാവർക്കും മാമോദീസ മുക്കിത്തരാം. അങ്ങനെ ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്നു. ബിഷപ്പ് ഹൗസിൽ തന്നെ എല്ലാവർക്കും പാർട്ടി. 8 പേരെയും ഒറ്റ അടിക്കും മാമോദീസ മുക്കി. അത് കഴിഞ്ഞ് പറയണം, ഇവര് 8 പേരും ഇപ്പൊ കത്തോലിക്ക സഭയിലെ പുണ്യവാന്മാരെ മാറ്റി. മാമോദീസായുടെ അത്ഭുതകരമായ ശക്തി നമ്മൾ മനസ്സിലാക്കി. ഒരിക്കലൊരു സഹോദരി യൂറോപ്പിലത്തെ കാര്യമുണ്ടോ, ഇവിടുത്തെ അല്ല, അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയൊക്കെ ആയിരുന്നു. പക്ഷെ അവൾ ഒരു പാകിസ്ഥാനി പയ്യനുമായിട്ട് ഉള്ള ഒരു ബന്ധത്തിൽ പെട്ടു വീണു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവള് അവനിൽ നിന്ന് ഗർഭിണി. ഇവളാകെ ഭയന്ന് വിളച്ചു, എന്ത് ചെയ്യും? അപ്പോൾ അവൾ എന്നോട് ഈ മേഖലയിൽ ചോദിച്ചു, ഇങ്ങനെ ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽ വന്നിട്ടിരിക്കുന്നു, എന്ത് ചെയ്യും? കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയട്ടെ? ഒരിക്കലും കുഞ്ഞ് ആരിൽ നിന്നായാലും കുഞ്ഞാരുടെ കുഞ്ഞെവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? കുഞ്ഞെവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ദൈവത്തിൽ നിന്നാണ്. ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ കേസാണെന്ന് അറിയണം. ഞാൻ പറഞ്ഞു, നീ ഇത്രയും എവാഞ്ചലൈസേഷൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല. അപ്പോൾ അവൾ വാസ്തവത്തിൽ ഒരു മുസ്ലിമുമായിട്ട് കല്യാണം കഴിച്ചിട്ട് അത് ഡൈവേഴ്സ് ചെയ്ത് കുറച്ചുകൂടിയാണ്. ഇതിനൊക്കെ എന്തോ ഈ സമുദായമായിട്ടൊരു ബന്ധം പണ്ടേ ഉണ്ടായിരുന്നു. നീ ഈ കുട്ടിയെ മാമോദീസ മുക്കി ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ നിയമത്തിലും ക്രിസ്തുവിൻ്റെ കൃപയ്ക്കും കീഴിലും വളർത്തിക്കൂടെ? അങ്ങനെ വളർത്തുകയാണെങ്കിൽ ആ കൊച്ചൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ എന്തായി? ഒരു പാകിസ്ഥാനിൽ നിന്നും ഒരു ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനി വളർന്ന് വലുതായി ഒരു പക്ഷേ അവൻ പാകിസ്ഥാനിൽ പോയി സുവിശേഷം ചെയ്തു. അങ്ങനെ ആ
ഇപ്പോൾ അവൻ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ ഇന്നൊരു കൊച്ചുണ്ടായി, രണ്ടാമത്തെ. ഈ രണ്ടുപേരും മാമോദീസ സ്വീകരിച്ചു. അപ്പൊ ഞാൻ പറയണത്, നീ അവനെ ഇങ്ങനെ കാണണം. ആരായിട്ട് കാണണം? അവൻ ആ രണ്ട് കുട്ടികളും ആരായിപ്പോ? ദൈവത്തിന്റെ മക്കൾ, കത്തോലിക്ക സഭയിലെ സജീവ അംഗങ്ങൾ, യേശുവിന്റെ ഉത്ഥാനത്തിൽ പങ്കുകാർ. അവര് ഇന്നാളുടെ കൊച്ചൊന്നും കാണരുത്. അവരാരുടെ കൊച്ചാണിപ്പോ? കർത്താവ് ഈശോമിശിഹായുടെ കുട്ടിയാണ്. അവരെ കർത്താവ് വാസ്തവത്തിൽ യൂറോപ്പിൽ ഇങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം. സൂറിച്ചില് ഒരു സഹോദരി അവളെ പറഞ്ഞു, ഞാൻ വളരെ സ്ട്രിക്റ്റ് കത്തോലിക്കയായിട്ട് ആ കത്തോലിക്ക സമുദായത്തിലെ എല്ലാം കൃത്യനിഷ്ഠയോടെ ജീവിക്കണം, അതനുസരിച്ചുള്ള ഭർത്താവിനെ കിട്ടണമെന്ന് ധാരാളം പ്രാർത്ഥിച്ചിട്ട് അവസാനം അവളുടെ കല്യാണം ഒരു മുസ്ലിമുമായിട്ട് നടത്തേണ്ടി വന്നു. പള്ളിയിൽ വെച്ചിട്ട് കല്യാണം നടന്നു. പക്ഷേ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുന്നു. പക്ഷെ അവർക്ക് 7 മക്കളുണ്ട്. കാണും. ആദ്യത്തവന്റെ പേരാണ് നോഹ, രണ്ടാമത്തവന്റെ പേരാണ് മോശ, പിന്നത്തെ പേരാണ് സാമുവേൽ. ഇങ്ങനെ എല്ലാവരും മാമോദീസ അവളും അയാളുടെ കൂടെ ജീവിക്കുന്നു. ഈ 7 മക്കളെയും വളർത്തി. അപ്പോൾ അവൾക്ക് ഭയങ്കര ബോധ്യമാണ്, ഈ 7 മക്കളും സുവിശേഷത്തിന് വേണ്ടി ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് കർത്താവ് ഇവരെ ഒരു പ്രത്യേക തരത്തിൽ കൊണ്ടുവരും. ഞാൻ പറയുന്നത്, നമ്മൾ ഏത് സാഹചര്യത്തിൽ ജനിച്ച കുട്ടികളായാലും അവർ മാമോദീസായിലൂടെ ആരായി മാറുന്നു? ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. വായിച്ചു 1865 മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം എനിക്ക് അവിടുത്തെ ജർമ്മൻ ടെലിവിഷനിൽ ഞാൻ കുറെ ക്രിസ്മസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. എല്ലാം സെറ്റ് ചെയ്ത് ഒരു ട്രാൻസ്ലേഷന് വേണ്ടി ഒരാളെ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു റെക്കമെൻഡേഷനിൽ ആലിസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കിട്ടി. അവളുടെ കഥ അവൾ വിവരിച്ചപ്പോഴാണ്, അവൾക്ക് 20 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അവൾക്ക് ശക്തമായി എവാഞ്ചലൈസേഷൻ ചെയ്യാൻ മാത്രമേ അവൾക്ക് ആഗ്രഹമുള്ളൂ. അവൾ പറയുകയാണ്, ഞാൻ ഒരു 3 മാസം കൂടി ഇവിടെ ഉള്ളൂ, പിന്നെ ഞാൻ ഓസ്ട്രേലിയയിൽ പോവുകയാണ്. ഞാൻ അവിടെ ഓൾറെഡി ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു, എവാഞ്ചലൈസേഷന് വേണ്ടിയാണ് എൻ്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് ചോദിച്ചപ്പോൾ കൂടായിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ ക്രിസ്ത്യാനിയാണ്, അപ്പനൊരു മുസൽമാനാണ്. അങ്ങനെ പക്ഷെ എനിക്ക് ഈശോയെ പ്രചരിപ്പിക്കുന്ന ഇത്രയും ആഗ്രഹം. അവളുടെ ട്രാൻസ്ലേഷൻ വളരെ മനോഹരമായി. 20 വയസ്സായിരുന്നു. ആ തീഷ്ണത നമുക്ക് കാണാം, മനസ്സിലാവും. അപ്പൊ മാമോദീസയിലൂടെ അവളുടെ ആ പഴയ ജീവിതത്തിലെ മാതാപിതാക്കളുടെ എന്തെല്ലാമായോ അതെല്ലാം മുറിച്ചു മാറ്റി അവൾ കർത്താവിന്റെ വൃത്താംഗമായിട്ട് മാറിയിരിക്കുന്നു. അവളുടെ സാക്ഷ്യത്തിൽ പറയായിരുന്നു, 13 വയസ്സിൽ അവൾ മാമോദീസ സ്വീകരിച്ചു. 13 വയസ്സ് വരെ അവൾക്ക് ഒരുപാട് രോഗങ്ങളും എപ്പോഴും ടോയ്ലറ്റിൽ പോകുന്ന താനെ പോകുന്നതായിരുന്ന അസുഖങ്ങളായിരുന്നു. 13 വയസ്സിലും അവൾ പാമ്പേഴ്സ് കെട്ടി നടന്നിരുന്നത് അവളുടെ സാക്ഷ്യമാണ്. പക്ഷേ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞതോടെ ഇതെല്ലാം പോയി, എല്ലാം മാറി. ഒരാഴ്ച കഴിയുമ്പോൾ 3L TV-യിൽ എൻ്റെ ആ 3L TV-യിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് കാണാം കേട്ടോ. ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ മനുഷ്യന്റെ ബുദ്ധിയിലൂടെ വളച്ചൊടിച്ച് ഒരു നേരിടാക്കി കാണുകയാണ്. അതല്ല സുവിശേഷം. ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വമാണ് സുവിശേഷം. ദൈവത്തിന്റെ ശക്തിയുടെ അപരിമേയതയാണ് നമ്മൾ ഘോഷിക്കേണ്ടത്.
ദൈവത്തിന്റെ ശക്തിയുടെ സർവാധിപത്യമാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നീ വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ നിന്റെ സഹോദരൻ ഉയർത്തെത്തിക്കും. പറയുമ്പോൾ വളരെ എളുപ്പം ഇല്ലേ? എളുപ്പം തന്നെ. കാരണം ആരാ ചെയ്യുന്നത്? നമ്മളല്ല. ആരാ ചെയ്യുന്നത്? സർവാധിപനായ കർത്താവ് തന്റെ സർവാധിപത്യത്തിന്റെ ശക്തി ഇതാ ഒരു നിമിഷം കൊണ്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ലാസർ അതിന് മുമ്പേ ഉയർത്തിരിക്കുന്നു. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമാത്മം കാണും. അത് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ കർത്താവെ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ജനം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലായി? ഇവൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഉയർപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവൾ വിശ്വസിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ ശക്തി ലാസറിന്റെ ചീഞ്ഞ ശരീരത്തിലേക്ക് അത് കടന്നു ചെന്ന് ലാസർ ജീവൻ വന്നു. എന്നിട്ട് അവനെ അവിടെ എഴുന്നേറ്റിരിക്കുമ്പോഴാണ് കർത്താവ് ഇവിടുന്ന് പറയുന്നത്, ലാസറേ പുറത്തു വരിക. നീ അകത്ത് എഴുന്നേറ്റിരിക്കുകയാണെന്ന് എനിക്കറിയാം. അല്ലേ? ഇത് സുവിശേഷത്തിന്റെ രണ്ടർത്ഥമാണ്. ഒന്ന്, യേശു തനിക്ക് വേണ്ടി ഒഴിഞ്ഞ ഒരു കല്ലറ അവിടെ അതിലൂടെ ഉണ്ടാക്കി. സിംബോളിക്കലി റെഡി ആയിരിക്കുന്നു ഈശോ. കല്ലറ വരെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മരിച്ചാൽ മതി. ഈശോ അതിലൂടെ വെളിപ്പെടുത്തുകയാണ് എന്താണ് ശരീരത്തിന്റെ ഉയർപ്പ്. ഈശോ അതിലൂടെ പ്രപഞ്ചം മുഴുവനിലേക്ക് നൽകുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ അപരിമേയതയാണ്. ദൈവത്തിന്റെ ശക്തി മരണത്തിന്റെ ശക്തിയെ പരാജയപ്പെടുന്ന ഒരു ശക്തിയാണ്. മരണമേ നീ എവിടെ? മരണത്തെ ജയിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, കർത്താവ് നീ ഇവിടുന്ന് നാളെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഐ ആം വെരി ഹാപ്പി. അപ്പൊ മരണത്തെ കുറിച്ച് യാതൊരു ഭയം നമുക്ക് തോന്നുന്നില്ല. മരണമേ സ്വാഗതം, മരണമേ നീ. കാരണം മരണം എന്ന് പറയുന്നത് ആ സ്വർഗീയ അനുഭവമാണെന്നുള്ള യേശുവിന്റെ ഉത്ഥാനത്തിലേക്കുള്ള പൂർണ്ണമായ താല്പര്യത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ നീതീകരണം നമ്മിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള യേശുവിന്റെ ശരീരത്തിന്റെ ഉയർപ്പ് നമ്മൾ ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മിലുള്ള മരണഭയത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കും. നമ്മിലുള്ള മരണം കഴിഞ്ഞു. നമ്മൾ യേശുവിനോടൊപ്പം മരിച്ചു കഴിഞ്ഞു. നമ്മൾ യേശുവിനോടൊപ്പം ഉയർത്തിയിരിക്കുന്നു. പിന്നെ മരണം നമ്മൾക്ക് എപ്പോഴെങ്കിലും മരിച്ചോട്ടെ. എനിക്ക് അങ്ങോട്ട് പറഞ്ഞത് ആഗ്രഹം, പക്ഷെ കർത്താവ് എങ്ങനെയില്ല, നമുക്ക് ഇവിടെ കുറച്ച് കാര്യം ചെയ്യാനുണ്ട്, എന്നിട്ട് വന്നാൽ മതി. ഒരു പാർട്ട്ണർഷിപ്പുമായ നമ്മൾ തമ്മിലുള്ള കർത്താവിന് നമ്മൾ കർത്താവായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. എനിക്ക് നീ ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നീ ചെയ്യാനുണ്ട്, എന്നിട്ട് വന്നാൽ മതി. ഞാൻ പറ്റാത്ത സമയത്ത് നിന്നെ വിളിച്ചോളാം. ഇപ്പൊ നീ ഇവിടെ നിന്ന് ചെയ്തോ കുറച്ച് കാര്യങ്ങൾ. അതിന്റെ പേരിൽ ഇങ്ങനെ നിൽക്കണം. പക്ഷെ നമ്മൾ എവിടുത്തെ ആളാ? നമ്മൾ എവിടത്തെ ആളാ? നമ്മൾ സ്വർഗത്തിലെ ആളാ. നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് നാളത്തേക്ക് അയച്ചേക്കുന്നേ ഉള്ളൂ. നമ്മളിത് വേറെ ചെയ്തങ്ങ് പോണം. അപ്പോ വീണ്ടും 1265 1265 ഒന്നുകൂടി വായിക്കാം. മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദൈവത്തിന്റെ ദത്തപുത്രനും തൽഫലമായി, പുതിയ സൃഷ്ടി ദൈവത്തിന്റെ ദത്തപുത്രൻ തൽഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കാളി, ക്രിസ്തുവിന്റെ അവയവം അവിടുത്തെ
ഇതൊക്കെ മാമോദിസായിലൂടെ നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞോ? സംഭവിച്ചു കഴിഞ്ഞോ? സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഇനി അതിന്റെ അടുത്ത സെന്റൻസ് ഒരു മിനിറ്റ് നമുക്ക് എഴുന്നേറ്റ് നമ്മൾ സ്തുതിക്കാം. ഒരു ചെറിയ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്താലോ? ഓൺലി 10 മിനിറ്റ്സ് കേട്ടോ. ഒന്ന് പുറത്ത് പോയി വെള്ളമൊക്കെ കുടിച്ച് വായി.